എന്ത് തപസ് ചെയ്ത് സാധന ചെയ്ത് എന്തൊക്കെ ചെയ്തിട്ട് അങ്ങേറ്റം ഇന്ദ്രപദവി കിട്ടി, അല്ലെങ്കിൽ ബ്രഹ്മപദവി എന്നെ കിട്ടട്ടെ, ഇന്ദ്രപദവി അതൊക്കെ കിട്ടിയാലും എന്തിന് തുച്ഛം, അതൊക്കെ അനന്തമായ കാലത്തിന്റെ മുമ്പിൽ നശ്വരം. മാത്രമല്ല ഈശ്വര പരമാത്മാനുഭൂതിയുടെ ആ പരമാനന്ദത്തിന്റെ മുമ്പിൽ ഇതൊക്കെ വളരെ തുച്ഛം, നശ്വരം, ക്ഷണികം. മുക്തി വരാ ദൃഢം, ഇതുകൊണ്ടൊന്നും മുക്തി കിട്ടില്ല, ശാശ്വത ശാന്തി ലഭിക്കില്ല. ഈശ്വരപ്രാപ്തി ലക്ഷ്യം വെക്കുന്നവർ ഇതിലൊന്നും കുടുങ്ങി പോവില്ല. ഇതിലെങ്ങനെ കുടുങ്ങുന്നവർക്കോ ഈശ്വരപ്രാപ്തി സാധ്യവുമല്ല എന്നർത്ഥം. അപ്പൊ യമധർമ്മൻ പോലും നചികേതസിനോട് അങ്ങനെ പറയണു കഠോപനിഷത്തില്. അപ്പൊ ഇവിടെ ദിക്പാലന്മാർ പോലും, അഷ്ടദിക്പാലകന്മാർ പോലും അവര് ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ട് അത് അനുഭവിക്കാൻ വേണ്ടിയാണ് ആ ജീവിതകാലം അത്രയും അവിടെ ആ ദേവതാരൂപത്തിൽ സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിയണത്. അത് കഴിയണവരെ അവർക്ക് മോചനമില്ലല്ലോ, ബ്രഹ്മാവിനുമില്ലല്ലോ ബ്രഹ്മാവിന്റെ ജീവിതകാലം മുഴുവനും സൃഷ്ടിക്കാതിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ എത്രയോ അധികം പുണ്യകർമ്മം ചെയ്തവരാ. അവരുടെ മുമ്പിൽ നമ്മുടെയൊക്കെ കർമ്മം അല്പല്ലേ. അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൊക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. അവരൊക്കെ എത്രയോ വലിയൊരു ജീവിതകാലം ദേവലോകത്തെത്തി അങ്ങനെയുള്ള സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മളൊക്കെ അല്പകർമ്മികൾ. അവരുടെ കർമ്മത്തിന് മുമ്പ് നമ്മുടെയൊക്കെ കർമ്മം കുറച്ചേ ഉള്ളൂ. അങ്ങനെയുള്ള നമ്മളൊക്കെയോ ആ അല്പകാലം കൊണ്ട് ഓരോരോ ചെയ്ത കർമ്മങ്ങളുടെ ബലം അനുഭവിക്കാൻ വേണ്ടി ഗർഭപാത്രത്തിൽ, ആ കർമ്മത്തിന് അനുയോജ്യമായ ഗർഭപാത്രത്തിൽ പോയി, അമ്മയാവാൻ അർഹതയുള്ള ഗർഭത്തിൽ പോയി, എന്നിട്ട് അവിടെ പിറന്നു അല്ലേ, പൊക്കും, അവിടെ ഗർഭത്തിൽ പിറന്നും കടന്നും പുറത്തേക്ക് വന്നും ഇങ്ങനെ കർമ്മം കൊണ്ട് ഈ ലോകത്തിൽ ഇങ്ങനെ കളിക്കുക, കറങ്ങുക. നമ്മളെ ഓരോരുത്തരും ഓരോയിടത്ത് കൊണ്ടുപോകണു അല്ലേ. നമുക്കടെ കർമ്മം അനുഭവിക്കാനുള്ള സമയവും സ്ഥലവും ഏതോ അവിടെ എത്തും. നമ്മൾ ഈ ശരീരം ഏതൊരു കർമ്മഫലം അനുഭവിക്കാൻ എടുത്തതാണോ അവിടേക്ക് സമയമാകുമ്പോൾ ഈ ശരീരത്തിനെ കൊണ്ടുപോകും. ഇന്ത്യയിൽ ജനിച്ചവർ അമേരിക്കയിൽ പോണതാ, അമേരിക്ക ജനിച്ചവരും ഇങ്ങടും വരണം അല്ലേ. അമേരിക്ക എന്ന് മാത്രമല്ല എവിടെയായാലും ശരി, ഓരോയിടത്ത് കൊണ്ടുപോകുന്നത് ഓരോ അനുഭവങ്ങൾ അതിന് കൊടുക്കണതൊക്കെ നമ്മുടെ കർമ്മമാണെന്നർത്ഥം. സ്വർഗമാവട്ടെ നരകമാവട്ടെ എവിടെയാവട്ടെ, ഈ കർമ്മത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയാലേ നമ്മൾ ഈ കർമ്മത്തിനെ അവസാനിപ്പിച്ച് കർമ്മവാസനയെ ക്ഷയിപ്പിച്ച് കർമ്മബന്ധത്തിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുള്ളൂ. അതിനാണ് ഈ കർമ്മ നിയമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബ്രഹ്മാവിന് പോലും രക്ഷയില്ല എന്ന് പറയുന്നർത്ഥം. അബ്രഹ്മഭുവനാത് ലോകാഹ പുനരാവർത്തിനഃ അർജുന. ഇതിൽ ഭഗവാൻ പറയണ കേൾക്കാം. ഇത് സുഹൃതം ചെയ്ത് പുണ്യം ചെയ്ത് ബ്രഹ്മലോകം വരെ പോയി വരാം. പക്ഷേ ആ ബ്രഹ്മലോകത്തെത്തിയിട്ടും ആത്മജ്ഞാനം കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടില്ലെങ്കിലോ വീണ്ടും അടുത്ത കൽപ്പത്തിൽ സൃഷ്ടി ആരംഭിക്കുമ്പോൾ വീണ്ടും ജനിച്ചു വരണം അത്രയും അർത്ഥം. എന്നാലോ മാമുപേത്യ പുനർജന്മ ന ആപ്നുവന്തി. എന്നാൽ ഭഗവാനെ സാക്ഷാത്കരിച്ചവർക്കോ പുനർജന്മമേ ഇല്ല. മഹാത്മാനഹ, അവർ മഹാത്മാക്കള്. സംസിദ്ധിം പരമാംഗതാഹ, പരമമായ സിദ്ധിയെ, നേട്ടത്തെ, ലാഭത്തെ, ജീവിതധന്യതയെ അവരാണ് കൈവരിക്കുന്നത്. പരമാത്മ സാക്ഷാത്കാരം കൈവരിക്കുന്നവരാണ് ജീവിതധന്യത കൈവരിക്കുന്നത്. അല്ലാതെ ബ്രഹ്മാവിന്റെ ലോകത്തിലെത്തിയവർ പോലും അല്ലാത്ത അർത്ഥം. എന്താ പറയാൻ കാരണം? ഭഗവാൻ പറയണു ഭാഗവത്തില്, ബ്രഹ്മണഃ അഭി ഭയം മത്തഃ. ബ്രഹ്മാവിന് പോലും പേടിയുണ്ട് അത്രേ. നമ്മൾ മരിക്കുന്ന പറഞ്ഞാൽ പേടിയില്ലേ? മരിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? അറിയോ? ആർക്കെങ്കിലും മരിക്കാൻ ഇഷ്ടമുണ്ടോ? നാളെ നീ മരിക്കുന്നു പറഞ്ഞ അയ്യോ അല്ലേ. 100 വർഷം വരെ നമ്മൾ ജീവിച്ചിരുന്നു. അപ്പൊ 100 വയസ്സായ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിട്ടെ, 100 വയസ്സായ മുത്തശ്ശി എടുക്കും, മുത്തശ്ശിക്ക് മരിക്കാൻ ഇഷ്ടാ, ഓടാ അവിടുന്ന്. വേണ്ടാത്ത ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ അല്ലേ. 100 വയസ്സായ മുത്തശ്ശിയും 18 വയസ്സായ ചെറുപ്പക്കാരനും ജീവിക്കാനുള്ള ആശ ഒരുപോലെ തന്നെയല്ലേ? ഇതുപോലെയല്ലേ 1000 ചതുരയുഗം പകലും 1000 ചതുരയുഗം രാത്രിയും, അങ്ങനെ ഒരു ദിവസം 365 ഒരു വയസ്സ്, അങ്ങനത്തെ 100 വയസ്സ് ആയുസുള്ള ബ്രഹ്മാവിന്റെ ആയുസ് ഒന്ന് കണക്കാക്കി നോക്കിക്കോളൂ. വലിയൊരു സംഖ്യ ഉണ്ടാവും. അത്രയും ആയുസുള്ള ബ്രഹ്മാവിനും മരിക്കും. ആ ആയുസ് കഴിഞ്ഞ് മരിക്കേണ്ടി വരുന്ന പേടി തന്നെയേ. ബ്രഹ്മണഹാഭിഭയം മത്തഹാദ. ഭഗവാൻ പറയാ ബ്രഹ്മാവിന് പോലും എന്നിൽ നിന്ന് പേടിയാ. ഞാൻ കാലസ്വരൂപനാണേ. ഭഗവാൻ കാലസ്വരൂപനാ. കാലം കൊണ്ട് ബ്രഹ്മാവിന്റെ ആയുഷ്കാലവും നശിക്കും, ബ്രഹ്മാവും ഇല്ലാണ്ടാവും. അവൻ നശിക്കാത്ത വസ്തു ആരാ? ഭഗവാനാ. അപ്പൊ ഭഗവാനെ പ്രാപിച്ചാലല്ലാതെ ബ്രഹ്മലോകത്തെത്തിയിട്ട് മുക്തി കിട്ടുവോ, ശാന്തി കിട്ടുവോ, നിർഭയനാവാൻ പറ്റുമോ? നോക്കൂ, കഥാരൂപത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാം നമുക്ക്. അപ്പൊ വേണ്ട ബ്രഹ്മപദവിയും വേണ്ട എനിക്ക്, ഇന്ദ്രപദവിയും വേണ്ട എനിക്ക്. അതുകൊണ്ടാണ് ഉത്തമ ഭക്തന്മാര് എന്താ പ്രാർത്ഥിക്കുന്നത്? ഭഗവാനെ ആർക്ക് വേണം ഇന്ദ്രപദവി വേണ്ട, ബ്രഹ്മപദവി വേണ്ട, ഭോഗങ്ങൾ വേണ്ട, എനിക്ക് ഭഗവാനെ മാത്രം മതി. വൃത്രാസുരനെ പോലുള്ള ഭക്തന്മാരൊക്കെ പ്രാർത്ഥിക്കുന്നതാ. അതാണ്. അങ്ങനെ ഇരിക്കെ നമ്മൾ ഇത് വലുതും അറിയണ്ടോ?
ഇവരുടെ പോലും സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അല്പകർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി ഓരോരോ ശരീരങ്ങൾ മാറി മാറി സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ പലയിടത്തും ഇങ്ങനെ കറങ്ങി നടക്കണു. ആ ജീവന്റെ കറക്കം, ആ കർമ്മഗതിക്കനുസരിച്ചുള്ള പോക്കും വരവും എങ്ങനെയെന്ന് പറയാം. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസ്സിൻ്റെ പരിപാകവും വന്നു ക്രമത്താലേ നരജാതിയിൽ വന്നു പിറന്നിട്ട്. എന്താ? നരകത്തിൽ കിടക്കണ ജീവൻ. പാപകർമ്മങ്ങൾ ചെയ്താൽ നരകം, സൽക്കർമ്മങ്ങൾ ചെയ്താൽ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ സ്വർഗം എന്നൊക്കെ ഉണ്ട് അല്ലേ? പലതരം നരകങ്ങളൊക്കെ പുരാണങ്ങളിലൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. മാനസികമായിട്ടുള്ള വിഷമം, ടെൻഷൻ, വറീസ്, ഭയം, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റീവായി നമ്മളൊക്കെ അനുഭവിക്കുന്ന നരകം. അത്രൈവ സ്വർഗ നരക എന്നാ കപില ഭഗവാൻ അമ്മോട് പറയാ, ദേവഭൂതിയോട്. മരണാനന്തരമുള്ള സ്വർഗനരകങ്ങൾ അവിടെ ഇരിക്കട്ടെ അമ്മേ, ഇവിടെ തന്നെ നരകത്തിൽ പറയുന്ന അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്ന കാണാലോ ആൾക്കാർ. ആ ഹോസ്പിറ്റലൊക്കെ ഒന്ന് പോയി നോക്കൂ. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ വിസിറ്റൊക്കെ നല്ലതാ. അത്യാഹിത വിഭാഗം, ക്യാൻസറിന്റെ രോഗം കൊണ്ട് അവസാന സ്റ്റേജിൽ കിടന്ന് വിഷമിക്കുന്ന ആളുകൾ, ഈ ജീവിതത്തിൽ ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ, മാനസികമായിട്ടുള്ള ആധികള്, വിഷമങ്ങള്, ദുഃഖങ്ങള്, ഇതൊക്കെ അനുഭവിക്കാത്തവരുണ്ടോ? ഇതൊക്കെ നരക. ശാരീരികമായ രോഗങ്ങളെ കൊണ്ടുള്ള വിഷമായാലും മാനസികമായ ആദികളെ കൊണ്ടും വേറെ പല വിഷമങ്ങളെ കൊണ്ടുള്ള ദുഃഖങ്ങളൊക്കെ ഇല്ലേ, ഇതിൻ്റെയൊക്കെ പേര് നരകം തന്നെയാ. ഇത് അനുഭവിക്കാത്തവരില്ലല്ലോ, ഇല്ല. ഇതെന്തുകൊണ്ടാ? ദുഷ്കർമ്മത്തിന്റെ, ദുരിതത്തിന്റെ, പാപത്തിന്റെ ഫലമാണ്. ഈ നരകത്തിൽ കിടക്കുന്ന ജീവൻ ഈ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു കഴിയുമ്പോഴോ, ദുരിതങ്ങളൊക്കെ ഒടുങ്ങി കഴിയുമ്പോൾ മനസ്സിന് പരിഭാഗവും വന്ന് ക്രമത്തിൽ നരജാതിയിൽ വന്ന് പിറക്കും, മനുഷ്യനായി പിറക്കും. അത്രയും അർത്ഥം. എന്നൊക്കെ ഇവിടെ ശ്രദ്ധിക്കണം. സുഹൃതത്തിന്റെ ഫലമായ, പുണ്യത്തിന്റെ ഫലമായ സുഖാനുഭവത്തിൽ മുഴുകുമ്പോ കാലം പോകണതേ നമ്മൾ അറിയില്ല. സുഖം അനുഭവിച്ച് പുണ്യം ഒടുങ്ങി പോവുകയും ചെയ്യും. സുഖസൗകര്യങ്ങളുടെ ഇടയിൽ നമ്മൾ സമയം പോകണമെന്നറിയില്ല, നമ്മുടെ പുണ്യം തീർന്നു പോകണമെന്നറിയില്ല. ഇപ്പം എങ്ങനെയെന്നറിയാമോ? ക്രെഡിറ്റ് കാർഡിന്റെ കാലാണ്. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ ഉണ്ടല്ലേ, ഇത് കൊണ്ടുപോയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ വെള്ളത്തിൽ ആവണം കണ്ടോ? അവരിങ്ങനെ വാങ്ങി കൂട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ? അവസാനം ബില്ല് വരുമ്പോഴാ അയ്യാ ശമ്പളം കിട്ടണത് അല്ലെങ്കിൽ അത് മുഴുവൻ അവിടെ കടം കിട്ടാനേ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? പല ആൾക്കാരും അപകടത്തിൽ പെടണില്ലേ ഈ കാർഡ് ഉപയോഗിച്ചുള്ള പർച്ചേസ്. ഇതുപോലെ ഈ പുണ്യം ഉണ്ടല്ലോ, അതിങ്ങനെ അനുഭവിക്കും തോറും തീർന്നു പോകണം നമ്മളറിയില്ല. മാത്രമല്ല സുഖാനുഭവങ്ങളിൽ മുഴുകുമ്പോ നാം ഈശ്വരനെ മറക്കും ചെയ്യും. സുഖാനുഭവങ്ങളെ കൊണ്ട് മനുഷ്യന് പക്വത വരില്ല. നേരെ മറിച്ച് ദുഃഖാനുഭവത്തിലൂടെ പരിപക്വത വരാൻ സാധ്യതയുണ്ട്. അത്രയും അർത്ഥം. അതാണ് ഇവിടെ പറയുന്നത്. ദുരിതത്തിന്റെ ഫലമായിട്ട് നരകയാതനകൾ അനുഭവിച്ച് ആ ദുരിതങ്ങളൊക്കെ ഒടുങ്ങി മനസ്സിന് കുറെ പരിപാകത വരുമ്പോ ക്രമത്തിൽ നരജാതിയിൽ വന്ന് പിറക്കും, വീണ്ടും മനുഷ്യനായിട്ട് ജന്മം കിട്ടും. ആ ജന്മം കിട്ടിയാലോ ചില ആൾക്കാര് സത്യാന്വേഷികളാവും. കാരണം ദുഃഖമാണ് മനുഷ്യനെ ചിന്തിപ്പിക്കുന്നത്, സുഖല്ല അല്ലേ? ജീവിതത്തിൽ കഷ്ടം, ദുരിതം, വിഷമങ്ങള്, ദുരന്തങ്ങൾ വരുമ്പോ എന്താ ജീവിതം, എന്താ ജീവിതത്തിന്റെ അർത്ഥം, ഇതിനു വേണ്ടിയാണോ ജീവിതം, ദുഃഖിക്കാൻ വേണ്ടിയാണോ ജനിച്ചത്? മനുഷ്യന് ചിന്തിക്കുക ദുഃഖത്തിലാ. അങ്ങനെ ചിന്തിക്കും. ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കാനുള്ള മാർഗം ഉണ്ടാവും. അപ്പൊ ആലോചിക്കും. അപ്പൊ സത്സംഗമൊക്കെ ടൈമിലി സത്സംഗം കിട്ടിയാൽ, നല്ല സമയത്ത് സത്സംഗമൊക്കെ കിട്ടിയാലോ അപ്പൊ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദുരിതവും ദുഃഖവും ക്ലേശവും അനുഭവിക്കുന്നത്. ഇന്ന് ഞാൻ ഇങ്ങനെയുള്ള മാനസികമായ വ്യഥ, മാനസികമായ വിഷമങ്ങള്, ശാരീരികമായ രോഗങ്ങളും ക്ലേശങ്ങളൊക്കെ ഞാൻ അനുഭവിക്കണമെങ്കിൽ ഒരു കാര്യം വ്യക്തം, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ ഈ ക്ലേശത്തിന് കാരണമായ ഒരു ദുഷ്കർമ്മം ഞാൻ മുമ്പ് എപ്പോഴോ അറിഞ്ഞോ അറിയാണ്ടോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയും സത്സംഗത്തിലൂടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അനുകൂല സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും നാം മുമ്പ് ചെയ്ത പുണ്യപാപ കർമ്മങ്ങളുടെ ഫലമാണത്രേ. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായി സുഖവും സന്തോഷവും സമാധാനം ഉണ്ടാവുന്നതും, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായി കഷ്ടവും ക്ലേശവും വ്യസനവും സങ്കടമൊക്കെ അനുഭവിക്കണില്ലേ നമ്മള്. ഇതിനാരാ കാരണം വെച്ചാൽ വേറെ ആരുമല്ല, നാം മുമ്പ് ചെയ്ത ധർമ്മ അധർമ്മ അഥവാ പുണ്യ പാപ കർമ്മങ്ങളുടെ ഫലമാണ്. അപ്പോ നല്ല സത്സംഗം വേണ്ട പോലെ കിട്ടിയിട്ടുണ്ട്. ആ ദുരിതമൊക്കെ ഒടുങ്ങി ഒന്ന് മനസ്സിലൊരു പക്വത വന്ന് മനുഷ്യജന്മത്തിൽ വരുമ്പോ ഇതുമാതിരി ജ്ഞാനപ്പാനൊക്കെ കേൾക്കണം, സത്സംഗത്തിനൊക്കെ പോകണം എന്ന് തോന്നും. അങ്ങനെ തോന്നുമ്പോഴോ അവിടെ വെച്ചതൊക്കെ മനസ്സിലാവും. അപ്പൊ ഞാനിന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊക്കെ ഞാൻ മുമ്പ് ചെയ്ത പാപകർമ്മങ്ങളാണല്ലേ കാരണം. അതെ, അങ്ങനെയാണെങ്കിലോ ആ ചെയ്തതിന്റെ ഫലം ഞാനിപ്പോൾ അനുഭവിച്ചു തീർക്കണം, നോക്കിയൊന്നുമില്ല. പക്ഷേ നമുക്ക് അതിൽ നിന്ന് വിവേകം വന്നിട്ട് ഒരു തീരുമാനം എടുക്കാം. ഇന്ന് ഞാൻ ഈ അനുഭവിക്കുന്ന ദുരിതത്തിന് ഞാൻ മുമ്പ് ചെയ്ത കർമ്മമാണ് ഉത്തരവാദിയെങ്കിൽ, എന്നാൽ ഇനി മേലിൽ മനസാ വാച കർമ്മണ ആർക്കും ഒരു ദുരിതവും ഒരു പാപവും ഒരധർമ്മവും ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? ഉണ്ടോ ഇല്ലയോ?
അങ്ങനെ നമ്മൾ തീരുമാനിക്കുകയും പാപം ചെയ്യാണ്ടിരിക്കുകയും ചെയ്താലോ ഇന്ന് നാം അനുഭവിക്കുന്ന ശാരീരിക ക്ലേശവും മാനസിക വിഷമങ്ങളും ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുമോ? ഉറപ്പല്ല ഇല്ല എന്നുള്ളത്. ഇങ്ങനെയാണ് പരിവക്രം എന്ന മനുഷ്യൻ മാറണത്. ഇതാണ് വിവേകം. ഈ വിവേകമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്. മനസ്സിലായോ? മനുഷ്യനെ സൃഷ്ടിയിൽ ശ്രേഷ്ഠനാക്കിയത് ആരാ? ഈ വിവേകമാണെന്നർത്ഥം. ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാനുള്ള കഴിവ്. ഇങ്ങനെ ചില ആൾക്കാര് ആ ദുരിതത്തിന്റെ ഫലം ദുരിതമൊക്കെ അനുഭവിച്ച് തീർന്ന് മനസ്സിന് കുറെയൊക്കെ പക്വത വന്നിട്ട് മനുഷ്യന്മം കിട്ടും, നരജാതിയിൽ വന്ന് പിറക്കും. എന്നിട്ടോ ചിലര് ഈ ദുഃഖം കൊണ്ട് ചിന്തിച്ച് ഇനി അധർമ്മം ചെയ്യാതെ ഇപ്പൊ അനുഭവിക്കുന്ന ദുഃഖങ്ങളിലൂടെ പൂർവ്വ ദുരിതം തീർന്നല്ലോ, അത്രയും നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ് തീരുക, സമാധാനിക്കാം. 2 ഡെപ്പോസിറ്റാ, ഒന്ന് പുണ്യം ഒന്ന് പാപം. സുഖാനുഭവം വരുമ്പോ പുണ്യം കുറയുക, ദുഃഖം വരുമ്പോഴോ പാപം തീരുക. അത്രയും തീർന്നുല്ലോ, താങ്ക്സ് ഗോഡ്, ഇനി ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ധർമ്മമാർഗത്തിൽ സഞ്ചരിച്ച് സുഹൃതികളായ അവര് ക്രമത്തിൽ ഭഗവത് സാക്ഷാത്കാരം കൈവരിച്ച് മുക്തരായിത്തീരുന്ന അതാ. അങ്ങനെ സുഹൃതം ചെയ്ത് മേൽപോട്ട് പോയവർ സുഖിച്ചിടുന്നു സത്യലോകത്തോളം. ഇവിടുന്ന് സുഹൃതം ചെയ്താൽ, പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അവർ ക്രമത്തിൽ ഈ ജന്മത്തിൽ മുക്തരാവും. ഈ ജന്മത്തിൽ തന്നെ ആത്മജ്ഞാനം കൊണ്ട് മുക്തരായിട്ടില്ലെങ്കിലോ ഈ പുണ്യത്തിന്റെ ഫലം പോവില്ല, ഈ സാധനയുടെ ഫലം പോവില്ല. മരിച്ചാലോ അവര് ക്രമമുക്തിക്ക് അർഹരായിത്തീരും. ദേവയാനത്തിലൂടെ ക്രമേണ സത്യലോകത്ത് അഥവാ ബ്രഹ്മലോകത്തെത്തി ബ്രഹ്മാവിന്റെ ഉപദേശം കേട്ട് ഈശ്വര മുക്തൻ, ജീവൻ മുക്തനായി അങ്ങനെ ഭഗവാനോട് ചേർന്ന് മുക്തരാവും. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. സദ്യോമുക്തി, ജീവൻ മുക്തി, ഇവിടെ വെച്ച് തന്നെ മുക്തരാവര്. ഇല്ലെങ്കിലോ അതിന് പരിശ്രമിച്ചിട്ട് പറ്റിയില്ല. എന്താ പറ്റാതിരിക്കാൻ കാരണം? വിഷയവാസനകൾ പൂർണ്ണമായിട്ട് ക്ഷയിക്കാത്തതുകൊണ്ടാണ്, മനസ്സ് ആ ഭഗവത് സ്വരൂപത്തിൽ ഉറക്കാത്തത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ശരീരം വിട്ടാൽ പുണ്യലോകങ്ങളിൽ പോയി ആ ഭോഗങ്ങൾക്ക് അനുഭവിച്ച് വിരക്തി വന്ന് അവസാനം ബ്രഹ്മലോകത്തെത്തി ക്രമത്തിൽ മുക്തരായി തീരാം. അതാണ് സുഹൃതം ചെയ്തു മേൽപോട്ടു പോയവർ സുഖിച്ചിടുന്നു സത്യലോകത്തോളം. സത്യലോകത്തെത്തി അവിടെ വെച്ചും ആ വിഷയങ്ങളിൽ ആസക്തി പോകണം, ആത്മജ്ഞാനം കൈവരണം, എന്നാലേ മോക്ഷമുള്ളേ. അല്ലെങ്കിലോ വീണ്ടും അടുത്ത പ്രളയം കഴിഞ്ഞ് വീണ്ടും സൃഷ്ടി ആരംഭിക്കുമ്പോൾ വീണ്ടും വരാം. സൽക്കർമ്മം കൊണ്ടു മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു. അത്ര അങ്ങോട്ട് പുണ്യം ചെയ്തിട്ടില്ല ഇല്ലാത്തവരാണല്ലോ, കുറച്ച് പുണ്യം ഉണ്ടെങ്കിലോ സ്വർഗലോകം വരെ പോവുള്ളേ. എവിടെ പോകും? ബ്രഹ്മലോകത്തിൽ അത്ര അധികം പുണ്യം വേണം. കുറെ സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിലോ അതുകൊണ്ട് മേലോട്ട് പോയവര് അങ്ങനെ സ്വർഗത്തിലിരുന്ന് സ്വർഗഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. സ്വർഗഭോഗങ്ങൾ എത്ര കാലമാ? പുണ്യം തീർന്ന് അവിടുന്ന് പോരേണ്ടി വരും. നമ്മളിപ്പോ പല ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി വിസിറ്റിന് പോയി, അല്ലെങ്കിൽ വല്ല പിക്നിക്കിനൊക്കെ പോയി. എന്നൊക്കെ ഓൺലൈൻ കാലം. ഓൺലൈനിൽ ട്രെയിൻ ബുക്ക് ചെയ്യാം, ഓൺലൈനിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം, ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്യാം, ഹോട്ടൽ ബുക്ക് ചെയ്യാം, ഓൺലൈനിൽ ഫുഡ് അടക്കം ഒക്കെ ബുക്ക് ചെയ്തു. നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും കാർ കൊണ്ട് സ്റ്റേഷനിൽ ആൾ വന്നു, കൂട്ടിയിട്ട് പോയി. അവിടെ ചെന്നു അപ്പോഴേക്കും സ്വീകരിക്കാൻ ആൾ വന്നു. നിങ്ങളുടെ റൂം നമ്പർ ഇതാണ്, ഒക്കെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അവിടെ വന്നു, എല്ലാം ആഹാരമൊക്കെ റെഡി. അവിടെ ചെന്ന് കിടന്നുറങ്ങി കൊച്ചി നോക്കുമ്പോൾ ആൾ വന്നു. ചെക്കൗട്ട് ടൈമായി, 10 മണിയാ ചെക്കൗട്ട് ടൈം. നിങ്ങൾ ബുക്ക് ചെയ്തേക്കണത് ഒരു ദിവസമൊക്കെയാ, ഇനി വേണേ എക്സ്റ്റെൻഡ് ചെയ്യണം പോയിട്ടെന്ന്. മനസ്സിലായോ? അപ്പൊ നമ്മൾ അറിയില്ല, സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ചെക്കൗട്ട് ടൈം ആവും. പുണ്യം തീർന്ന ചെക്കൗട്ട്. ശരിയല്ലേ? അവിടെ ഇരുന്നിട്ടോ സ്വർഗത്തിൽ നിന്ന് സുഖിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഹൃതങ്ങളുമൊക്കെ ഒടുങ്ങുമ്പോൾ പരിപാക്കവുമെള്ളോളമില്ലവർ പരിചോടങ്ങിരുന്നിട്ട് ഭൂമിയിൽ ജാതരായി. സുഖാനുഭവിക്കുമ്പോൾ നമുക്ക് പരിപക്വത വരില്ല. പറഞ്ഞു പുണ്യം തീർന്നു പോകണമെന്ന് അറിയൂല. ആ സ്വർഗത്തെ ലോകത്ത് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇതാ ഒക്കെ തീർന്നു. അവിടുന്നോ ഇതാ പൊക്കോളാൻ പറഞ്ഞു. സ്വർഗത്തിൽ സ്ഥിരവാസല്ലേ. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പുണ്യം തീരണവരെ അവിടെ താമസിക്കാൻ പറ്റുള്ളൂ. പുണ്യം തീർന്ന് അവിടെ നിന്ന് പോരണം. കൊണ്ടായ കാശ് കഴിഞ്ഞാലോ വെക്കേഷനൊക്കെ ചൂട് കാലത്ത് ഫാമിലിയൊക്കെ ആയിട്ട് വലിയ വലിയ കച്ചവടക്കാര്, ധനികന്മാര് വലിയ വലിയ സുഖവാസ കേന്ദ്രങ്ങളിലേക്ക് പോകും. കുറച്ചൊക്കെ കാശ് ഉള്ളെങ്കിൽ വല്ല ഊട്ടിയിലൊക്കെ പോവുള്ളൂ, അല്ലേ? ഒന്നാറോ. ചിലാത്ത ആൾക്കാരോ നൈനിത്താളോ സിംഗപ്പൂരോ സ്വിറ്റ്സർലൻഡിലോ. ശരിയല്ലേ? അവരുടെ പേഴ്സിന്റെ കനനുസരിച്ചിട്ടേ, വരുമാനത്തിന്റെ വലിപ്പം അനുസരിച്ചിട്ട് അവിടെ ഇവിടേക്ക് പോവാല്ലേ. അപ്പോൾ എത്ര ദിവസം അവിടെ താമസിക്കും? ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, 2 മാസം. പുണ്യം തീർന്നാൽ തിരിച്ചിങ്ങോട്ട് വരണം. ഇനി ഉണ്ടാക്കണം ആദ്യം, പിന്നെ അടുത്ത കൊല്ലം, അല്ലേ? കച്ചവടം മോശമായാലോ തവണ എവിടെയും പോകില്ല. ശരിയോ? ഇതുപോലെയാണ് ഈ സ്വർഗത്തിൽ പോക്കും വരവെന്ന്. ഇവിടെ ചെയ്ത സൽക്കർമ്മത്തിന്റെ പുണ്യത്തിന്റെ ഫലമായിട്ടാണ്, ആ പുണ്യം കൊണ്ടാണ് നമ്മൾ
സ്വർഗത്തിൽ പോണത്. സ്വർഗത്തിൽ നിന്ന് സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ പുണ്യമൊക്കെ തീരും. പുണ്യം തീർന്നാലോ അവിടുന്ന് അവിടുന്ന് തള്ളു. ഓ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. വീണ്ടും ഭൂമിയിലേക്ക് വരാം. ഇവിടെ ഇരുന്നിട്ടോ വീണ്ടും വേണമെങ്കിൽ പുണ്യം ആർജിച്ച് വീണ്ടും സ്വർഗത്തിൽ പോകാം. പിന്നെയും വീണ്ടും ആ ഭോഗങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് വരാം. ഇങ്ങനെ പോക്കും വരവുമാണത്രേ ഈ കൂട്ടരുടെ അവസ്ഥ എന്നർത്ഥം. ഗീതയിൽ ഇതൊക്കെ പറയുന്നുണ്ട്. ത്രൈവിദ്യാമാം സ്വമപാഹ പൂതപാപാഹ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ. ഈ വൈദിക വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായ യാഗയജ്ഞങ്ങളെയൊക്കെ മനസ്സിലാക്കിയിട്ട് പല പല അഭിലാഷങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളുള്ള ആൾക്കാര് ആ യാഗങ്ങളും യജ്ഞങ്ങളും ആ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യും. എന്നിട്ടോ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവിദേവഭോഗാൻ. ഈ പുണ്യത്തിന്റെ ഫലമായിട്ട് അവർ ആ സ്വർഗത്തിലെത്തി അവിടെ വിശിഷ്ടമായ ഭോഗങ്ങളൊക്കെ അനുഭവിച്ച് അങ്ങനെ സുഖമായിട്ട് അങ്ങനെ കഴിയും. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ തേദം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ഏവം ത്രയീധർമ്മമനുപ്രപന്ന ഗതാഗതം കാമാലഭന്തേ. പലതിനെയും ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മികൾക്ക് പോക്കും വരവുമാണ് അത്ര ഫലം. ഇതാ ഇതിപ്പോ സ്വർഗത്തിൽ പോവാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോവാന്ന് മാത്രമല്ല, ഈ ജീവിതത്തിൽ സ്വർഗീയമായ സുഖസൗകര്യങ്ങളെ എല്ലാ ഭൗതിക സൗകര്യങ്ങളും ദൈവം അനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ട്. പണത്തിന് യാതൊരു കുറവുമില്ല, നല്ല സർവൻസ് ഉണ്ട്, എല്ലാ അനുകൂലം, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല കുട്ടികള്, എന്നിനുമില്ല. ഭൗതിക ഭോഗങ്ങൾക്ക് ഒന്നിനും കുറവില്ല. ഓരോരുത്തർക്ക് ഓരോ കാറ്, എല്ലാ റൂമിലും AC TV അല്ലേ, എല്ലാവർക്കും എല്ലാം. എന്താ വേണ്ടത്? പിന്നെ എല്ലാ ഭൗതിക സുഖ സൗകര്യങ്ങളോടും കൂടി കഴിയണു ഒരാള് എന്ന് വന്നാൽ അത് പാപത്തിന്റെ ഫലമല്ല, ചെയ്ത പുണ്യത്തിന്റെ സൽക്കർമ്മത്തിന്റെ ഫലമാണെന്ന് ഉറപ്പല്ലേ? അല്ലേ? അങ്ങനെ വലിയ നിലയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരാള് ദാ പെട്ടെന്ന് പണം പോയി, സ്ഥാനമാനങ്ങൾ പോയി, ഒക്കെ വിറ്റു. ചിലപ്പോ ഷെയർ മാർക്കറ്റ് തകർന്നതാവും കാരണം, ചിലപ്പോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നതാവും കാരണം, അസുഖം വന്നിട്ട്, ചിലപ്പോ വേറെ എന്തെങ്കിലും ആവും കാരണം, പറയാൻ പറ്റില്ല. അങ്ങനെ അത്യുംഗശൃംഗത്തില് കഴിഞ്ഞ ആ ഭൗതികതയുടെ ഉയർന്ന നിലത്തിലിരുന്ന ആള് നാളെ പാപ്പരായി, ദരിദ്രനായി, ഇതൊന്നുമില്ല, ലൈൻ ബസ്സിന് ക്യൂ നിൽക്കുക. പുണ്യം തീർന്നുപോയി. പുണ്യം തീർന്നാൽ കീഴ്പോട്ട് വീണത് സ്വർഗത്തിന് വീണ് നമുക്ക് ഈ ലോകത്ത് തന്നെ കാണാം അല്ലേ? ഇതൊക്കെ ഇവിടെ പറയണത്. പഴയ സുഖഭോഗങ്ങളെ കൊണ്ട് ഒരാൾക്ക് പക്വത വരില്ല, ദുഃഖാനുഭവങ്ങളെ കൊണ്ടാണ് പക്വത വരിക എന്നർത്ഥം. ആയാന്തി നിര്യാന്തി അധ ഊർധ്വമുച്ചൈഹി. വിവേകചൂഡാമണിയിൽ ആചാര്യസ്വാമികൾ പറയണു, ആ ജീവൻ ഓരോ വ്യക്തികളും വരുന്നു പോകുന്നു, മുകളിലേക്കും താഴോട്ടും, മുകളിലേക്ക് ഉയർന്ന ലോകങ്ങളിൽ ബ്രഹ്മലോകം വരെ, താഴേക്ക് സ്ഥാവരങ്ങള്, ജംഗമങ്ങള്, വൃക്ഷങ്ങളായും മൃഗങ്ങളായും മനുഷ്യനായും എല്ലാം പലതരത്തിലും. ആരാ ഓരോരുത്തരെ കൊണ്ടുപോകണത്? സ്വകർമ്മദൂതേന ജവേന നീതാഹ. അവരവർ ചെയ്ത ആ കർമ്മവാസനയാണ് അവരവരെ ഏത് ശരീരമെടുത്ത് ഏത് സാഹചര്യങ്ങളിൽ ജനിച്ച് ഏതെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു പോകണമെന്ന് നിശ്ചയിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ കർമ്മത്തിൽ ഔചിത്യം വിവേകമൊക്കെ ഉണ്ടാവണമെന്നാണ് പഠിപ്പിക്കണേ. മനസ്സിലായോ? അതിലേക്കാണ് കവി വരുന്നത്. ഇത് പുണ്യകർമ്മങ്ങൾ ചെയ്തവരുടെ ഫലം. സ്വർഗത്തിൽ നിന്ന് പോയി സുഹൃത്തിൽ സുഖിച്ച് സുഹൃതങ്ങൾ ഒടുങ്ങുന്ന സമയത്ത് പരിപക്വത വരാതെ വീണ്ടും ആ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ജാതരായി. എന്നാൽ ദുരിതം ചെയ്ത് ചത്തവരോ? ഈ ജീവിതത്തിൽ പുണ്യമല്ല, പുണ്യം ചെയ്തവരാണല്ലോ ഇപ്രകാരം സ്വർഗത്തിൽ പോയിരുന്ന കുറെ കാലം സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ച് അവസാനം കീഴ്പോട്ട് വരിക, ഭൂമിയിലേക്ക് വരിക. എന്നാൽ ദുരിതം ചെയ്തു ചത്തവർ വന്നൊരാ ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു. പാപകർമ്മങ്ങളെ ചെയ്തിട്ടുള്ളൂ, ദുരിതകർമ്മങ്ങളെ ഒരാൾ ചെയ്തിട്ടുള്ളൂ, ധാരാളം പരോപദ്രവം, പരപീഡനം. എന്താ പുണ്യവും പാപവും? വളരെ സിമ്പിളായിട്ട് കവി പറഞ്ഞു, പരോപകാരമാണ് പുണ്യം. മറ്റുള്ളവർക്ക് ആവും പോലെ സേവ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതാണ് പുണ്യകർമ്മം. എത്രത്തോളം തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടായി, എത്രയധികം ആൾക്കാരെ സേവിക്കാൻ സാധിച്ചു, അത് പുണ്യം. എന്നാലോ പാപായ പരപീഡനം. എത്ര ആൾക്കാർക്ക് എൻ്റെ ജീവിതം കൊണ്ട് കഷ്ടം ദുരിതം ഉണ്ടാക്കാൻ കഴിഞ്ഞു, അതൊക്കെ പാപ. അന്യനെ ദ്രോഹിക്കുന്നതാണ് പാപം. ഇങ്ങനെ ദുരിതം ചെയ്തിട്ടാണ് ഈ ജീവിതം നയിച്ചത്, എന്നിട്ടാണ് ചത്തത് അവരെങ്കിലോ വന്നൊരാ ദുരിതത്തിൻ ഫലമായി, ആ ദുരിതകർമ്മത്തിന്റെ ഫലമായിട്ട് പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു. നരകയാതനകള്, പലതരത്തിലുള്ള ദുരിതം, ക്ലേശം, പ്രയാസം ഈ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലേ? എന്തുകൊണ്ടാ എനിക്കിങ്ങനെ വന്നത് നമ്മൾ ആലോചിക്കുന്നു. എന്തുകൊണ്ടാ അവർക്കങ്ങനെ വന്നത്? അതിനൊക്കെ ഉത്തരാണ് പൂന്താനം വളരെ പച്ചയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത്?
ഞാൻ അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്തിട്ടില്ലല്ലോ എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ഭഗവാനെ, എൻ്റെ സ്വാമി പറയാറില്ലേ നമ്മള്? ഞാൻ അറിഞ്ഞുകൊണ്ട് മനസാ വാചാ കർമ്മണ നല്ലതേ ചെയ്തിട്ടുള്ളൂ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തിട്ടുള്ളൂ ഈ ജന്മത്തില്. ഓഹോ, വളരെ നന്നായി. ഇതിന്റെ ഫലം ഭഗവാൻ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലത് വരാൻ പോണ്ട്. ഒരു ജന്മം ഒരു പാപം ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റിയ ചെറിയ കാര്യമല്ലല്ലോ. എന്നിട്ടും എനിക്ക് എന്തെങ്ങനെ? ഭഗവാൻ എന്നോട് എന്താ അത്ര വിരോധം? ഭഗവാൻ നമ്മളോട് ആരോടൊരു വിരോധമില്ല. നമ്മുടെ കർമ്മത്തിന്റെ നിയമം അനുസരിച്ച് ആ കർമ്മത്തിന്റെ ഫലം കർമ്മം ചെയ്തവന് വരിക. ഓരോ ആക്ഷനും അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണം ഉണ്ടാവും അല്ലേ? ഏത് ആക്ഷനും ഉണ്ടാവും. അതെ, ഒരു പന്തെടുത്ത് നമ്മൾ ആ ചുമരിലേക്ക് അങ്ങോട്ട് എറിയൂ, എറിഞ്ഞ വേഗത്തിൽ ഇങ്ങോട്ട് വരും ആ ഫോഴ്സില്. ഈ ചുമരിലേക്ക് എറിയൂ, അങ്ങനെ തന്നെ. പുറകിലേക്ക് എറിയൂ, അങ്ങനെ തന്നെ. മുമ്പിലെ ചുമരിലേക്ക് എറിയൂ, അങ്ങനെ തന്നെ. തടസ്സിലേക്ക് എറിയൂ, അതേപോലെ തന്നെ. നിലത്തടിച്ചാൽ അതുപോലെ തന്നെ. ഈ എറിയുന്ന പന്താണ് നാം ചെയ്യുന്ന ഓരോ കർമ്മവും. മനസാ വാച കർമ്മണ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ ലോകത്തിൽ എറിയുന്ന കർമ്മമാണ്. ആ പന്ത് എറിഞ്ഞ ആ ഫോഴ്സില്, ആ സ്പീഡിൽ അത് തിരിച്ചു വരില്ലേ? ഇതുപോലെ നാം ഓരോരുത്തരും ചെയ്ത കർമ്മം നമുക്ക് ആ സുഖരൂപത്തിലോ ദുഃഖരൂപത്തിലോ തിരിച്ചു വരും. ഇത് മനസ്സിലാക്കുന്ന ആളുകള് നമുക്ക് ദുരിതം ഉണ്ടാക്കാൻ വേണ്ടി ദുരിതകർമ്മങ്ങള് പരോപദ്രവം ചെയ്യാമോ? ചെയ്യോ? ബുദ്ധിയുള്ളവർ ചെയ്യില്ല, ബുദ്ധിയില്ലാത്തവർ ചെയ്യും. മലന്ന് കിടന്ന് തുപ്പിയാ മാറത്തെന്നാ പറഞ്ഞത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നാ പറഞ്ഞത്. കൊന്നാൽ പാപം, തിന്നാൽ തീരും, അവനവൻ അനുഭവിച്ചതിനെ തീരണമെന്ന് ഇങ്ങനെയൊക്കെയാ പറഞ്ഞേക്കണേ അല്ലേ? വിതച്ചതേ കൊയ്യൂ. എന്ത് കൃഷി ഇറക്കിയോ? മാവ് കൃഷി നടത്തിയ ചക്ക പൊട്ടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ മനസാ വാച കർമ്മണ കഴിയുന്നത്ര ദ്രോഹം ചെയ്തുകൊണ്ടാണ് ജീവിച്ചത് ഈ ജീവിതത്തില്, അല്ലെ പൂർവ്വ ജീവിതത്തില്. ഒരു ജീവിതത്തിലെങ്കിലോ തീർച്ചയായിട്ടും അതിന്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടിയെത്തില്ലേ? നമ്മൾക്ക് പലപ്പോഴും ഈശ്വരനോട് ദേഷ്യം വരണം. അവരോ ആരനാണ് എനിക്ക് ഇങ്ങനെ വന്നത്, ഇവര് കാരനാണ് എനിക്ക് അങ്ങനെ വന്നത്. അവസാനം നാട്ടുകാരും വീട്ടുകാരും പരിതസ്ഥിതികളെ ഒക്കെ പഴിച്ച് അവസാനം ദൈവത്തെ പഴിക്കുക ആൾക്കാര്. ശരിയോ? കഷ്ടപ്പാടും ദുരിതം വരുമ്പോ അവനവനൊരു ഉത്തരവാദിത്വം ഇല്ല, ഒക്കെ ഉത്തരവാദിത്വം മറ്റുള്ളവർക്കാ. ശരിയോ? അങ്ങനെയല്ലേ നമ്മൾ പറയാ? ആലോചിച്ച് നോക്കൂ. ഒരാള് ഒരു കുറ്റം ചെയ്തു, അയാളെ കോടതിയിൽ കൊണ്ട് ഹാജരാക്കി. എന്നിട്ട് അയാളുടെ കുറ്റങ്ങളൊക്കെ സാക്ഷി അടക്കം അവിടെ തെളിയിച്ചു. അപ്പൊ ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ് അയാൾക്ക് ശിക്ഷ വിധിച്ചു. അപ്പൊ അയാൾ പറയാം, എന്തൊരു ദുഷ്ടൻ ജഡ്ജ്! ആ ജഡ്ജ് എന്നെ ആജീവനാന്തം തടവിലിട്ടു, അല്ലെങ്കിൽ എന്നെ അതൊക്കെ ശിക്ഷ തന്നു. അപ്പൊ തോന്നുക ഈ ദുഷ്ടനായ ജഡ്ജുകാരനാണ് ഇയാൾക്ക് ശിക്ഷ കിട്ടിയതെന്ന്. ശരിയോ? പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നാം. അപ്പൊ ജഡ്ജിനെ ശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ, എനിക്ക് നിങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതെ, നിയമം കൈകാര്യം ചെയ്യാൻ നമുക്ക് അർഹതയില്ല. അപ്പൊ നിയമപാലകനായ അദ്ദേഹം ചെയ്യും. പക്ഷേ കുറച്ചും കൂടി സൂക്ഷ്മമായി ചിന്തിച്ചു നോക്കിയാൽ ജഡ്ജ് അയാളുടെ ഇഷ്ടപ്രകാരം ഇയാൾക്ക് ശിക്ഷ കൊടുക്കും. അയാൾക്ക് ശിക്ഷ കൊടുക്കാണ്ടിരിക്കണോ? അല്ലല്ലോ. ആ നിയമത്തിനനുസരിച്ചിട്ടാണ് അയാൾ ചെയ്ത തെറ്റിന് ഈ ശിക്ഷ ആ ജഡ്ജി വിധിച്ചത്. അപ്പൊ ജഡ്ജാണോ അയാളെ ശിക്ഷിച്ചത്, അതോ നിയമോ? ജഡ്ജോ നിയമോ? നിയമാന്ന് പറയേണ്ടി വരും. ആ നിയമത്തിന്റെ പരിധിയിൽ അയാൾ വന്ന അയാൾക്ക് അങ്ങനെ ഒരു ശിക്ഷ കിട്ടാൻ പാകത്തിനൊരു കർമ്മം അയാൾ ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ ജഡ്ജി ശിക്ഷിക്കോ? ഇല്ല. അപ്പൊ കുറച്ചും കൂടി സൂക്ഷ്മമായി ചിന്തിച്ചു നോക്കിയാൽ നിയമമല്ല അയാളെ ശിക്ഷിച്ചത്, ജഡ്ജും അല്ല ശിക്ഷിച്ചത്, അയാളുടെ തന്നെ കർമ്മ. അയാൾ ആ പ്രവൃത്തി ചെയ്തപ്പോ തന്നെ ഈ ശിക്ഷയ്ക്ക് അയാൾ അർഹനായി കഴിഞ്ഞിരിക്കണം. ശരിയോ? ശരിയോ? ഈ ജഡ്ജിനെ മാതിരിയാ ഭഗവാന്റെ കർമ്മ നിയമം ഈ ലോകത്തില്. ഭഗവാൻ കർമ്മ, ആ ജഡ്ജ് കർമ്മ നിയമം ഈ ലോകത്തിലെ ഗവൺമെന്റിന്റെ നിയമം പോലെ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഓരോരുത്തരും ചെയ്ത കർമ്മമാണ് നമുക്ക് ശിക്ഷ തരണതും, അല്ല നമുക്ക് റിവാർഡ് തരണതും, ബഹുമതികൾ തരണതും. അതുകൊണ്ട് പറയും, നമ്മളൊന്നും നമ്മുടെ കർമ്മങ്ങൾക്ക് വേണ്ടി വേറൊരാളാൽ ശിക്ഷിക്കപ്പെടുന്നവരല്ല. വി ആർ പണിഷ്ഡ് ബൈ അവർ ആക്ഷൻസ്, നോട്ട് ഫോർ അവർ ആക്ഷൻസ്. വി ആർ റിവാർഡഡ് ബൈ അവർ ആക്ഷൻസ്, നോട്ട് ഫോർ അവർ ആക്ഷൻസ്. അപ്പൊ റിവാർഡും പണിഷ്മെന്റും ബഹുമതിയും ശിക്ഷയും ഒക്കെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ കർമ്മങ്ങൾക്ക് വേണ്ടി വേറൊരാൾ തരണതല്ല. ഫോർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുവേണ്ടി വേറെ ആരും തരിക അല്ല, നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ് നമുക്ക് തരണത്. ഇതൊക്കെ അറിഞ്ഞാൽ നമ്മുടെ കർമ്മത്തെ നന്നാക്കാൻ നോക്കുവോ? ഉത്തരവാദിത്വമാണ് ഈ പറയണത്. ഒക്കെ തലയിൽ വച്ചിട്ടുണ്ട് എന്റെ കർമ്മം എന്റെ വിധി എന്ന് പറയാനല്ല. മനസ്സിലായോ? പിന്നെയോ, നിന്റെ കർമ്മം ആരുടെ ഉണ്ടാക്കിയേ? നീ തന്നെ പൊളിച്ചെഴുതടാ നിന്റെ കർമ്മം. അതാണ്. മനസ്സിലായോ? എന്റെ തലയിലെഴുത്ത്, എന്റെ വിധി. ആര്? നമ്മൾ ചെയ്ത കർമ്മങ്ങളിലൂടെയല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്. ശരിയോ? നമ്മുടെ വിധി വിധാതാക്കൾ നമ്മളാണ്. വി ആർ റെസ്പോൺസിബിൾ ഫോർ അവർ ഓൺ ലൈഫ് ആൻഡ് ഡെസ്റ്റിനി. നമ്മുടെ ജീവിതത്തിനും നമ്മളുടെ വിധിക്കും നമ്മൾ തന്നെ ഉത്തരവാദികൾ, വേറെ ആരുമല്ല. നമ്മുടെ കർമ്മങ്ങളാ. ഇതൊക്കെ ഇവിടുന്ന് മനസ്സിലാക്കണേ.
അപ്പോൾ സുഹൃതം ചെയ്താൽ മലോട്ട് പോയി സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നു ഈ ലോകത്തിൽ തന്നെ ആൾക്കാര്. സ്വർഗനരകമൊക്കെ അവിടെ ഇരിക്കട്ടെ, ഈ ലോകത്തിലുള്ള സ്വർഗനരകങ്ങൾ കണ്ടല്ലോ. എന്നാലോ ദുരിതം ചെയ്ത ആൾക്കാരോ, ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചിട്ടോ എല്ലാം ഉണ്ടായിട്ടും മനസമാധാനം ഇല്ല ചില ആൾക്കാർ. അങ്ങനെ ഒന്നുമില്ലാണ്ട് സുഖമായിട്ട് കഴിയണം വേറെ ചില ആൾക്കാർ. അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള ടൈപ്പ് ആൾക്കാർ നമ്മൾ ഇവിടെ കാണുന്നതല്ലേ. ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നു, മാനസികമായ വിഷമങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നു, കുടുംബത്തിലൊരു സ്വസ്ഥതയില്ല, എല്ലാം കൊണ്ടും സമാധാനവും ശാന്തിയും ഇല്ലാത്ത ദുരിതം. ഇതല്ലേ നരകം എന്ന് പറഞ്ഞാൽ? മാനസികമായി അനുഭവിക്കുന്ന അസ്വസ്ഥത, അശാന്തി, ടെൻഷൻ, വറി, മെന്റൽ എഗണി എന്നൊക്കെ ഇതിന് പറയുന്നത്. ഇതൊക്കെ ഈ ലോകത്തിൽ നമുക്ക് പച്ചയായിട്ട് ചുറ്റുപാടും കാണാനില്ലേ? നമ്മുടെ ജീവിതത്തിൽ എത്രയെങ്കിലും കാണാനില്ലേ? തിരിഞ്ഞു നോക്കൂ, നരകം ഇതാണ്. ഒരിക്കൽ ഒരു രസകരമായ സംഭവം. പൂജ്യ ഗുരുദേവൻ ചിന്മയാൻ സ്വാമിജി ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ സന്ദീപിലെ ബോംബെ പാവായില് ധാരാളം ഭക്തന്മാര്, സ്വാമിജി വല്ലപ്പോഴോ വരെ, അപ്പോൾ ധാരാളം ഭക്തന്മാർ ബോംബെയിലെ ഭാഗമാകുന്ന സ്വാമിജിയെ കാണാൻ വരും. അങ്ങനെ അവിടെ അങ്ങനെ സത്സംഗമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഓടി വന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട്. എന്നിട്ട് സ്വാമിയുടെ കാൽക്കരങ്ങൾ വീണിട്ട്, സ്വാമിജി രക്ഷിക്കണം രക്ഷിക്കണം. എന്താ? ഞാൻ മഹാപാപം ചെയ്തു, ഞാൻ നരകത്തിൽ പോവും നരകത്തിൽ പോവും, എന്നെ രക്ഷിക്കണം. അങ്ങനെ കുറച്ച് കരയാം. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ഇല്ല, നിങ്ങൾ നരകത്തിൽ പോവില്ല പറഞ്ഞു. യു വിൽ നെവർ ഗോ ടു ഹെൽ. നിങ്ങൾ നരകത്തിൽ പോവില്ല. സ്വാമിജിക്ക് അറിയാണ്ട ഞാൻ ചെയ്ത അത്ര വലിയ മഹാപാപങ്ങളാ. പിന്നെയും സ്വാമിജി തർപ്പിച്ചു പറഞ്ഞു, ഞാനല്ലേ പറയണേ നിങ്ങൾ ഒരു നരകത്തിലും പോവില്ല എന്ന്. അപ്പൊ അദ്ദേഹം സ്വാമിയുടെ മുഖത്തേക്ക് നോക്കി, എന്താ സ്വാമി പറയണേ? കാരണം നിങ്ങൾ ഓൾറെഡി നരകത്തിലാ. യു ആർ ഓൾറെഡി ദേർ. ഇപ്പൊ നീ അനുഭവിക്കുന്ന മാനസികമായ വിഷമുണ്ടല്ലോ, ഈ ദുഃഖമുണ്ടല്ലോ, ഇതാണ് നരകം. ഇനി ഏത് നരകത്തിൽ നീ പോവാനാ? നോക്കൂ, പ്രാക്ടിക്കലായി പറഞ്ഞു തരിക. ഈ നരകം അനുഭവിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? നമ്മുടെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട്, നമ്മുടെ മനസാക്ഷിക്ക് വിരുദ്ധമായി, നമ്മുടെ വാസനയ്ക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ ആ ആഗ്രഹങ്ങൾക്കും ഒക്കെ ആ കാമനകൾക്കും ഒക്കെ വഴിപ്പെട്ട് അതിൻ്റെ പ്രഷർ കൊണ്ട് നമ്മൾ ചെയ്തു പലതും ചെയ്യും അല്ലേ? എന്നിട്ട് അവസാനം മനസ്സ് ശാന്തമായി തിരിച്ചു വരുമ്പോഴോ മനസാക്ഷി നമ്മളോട് ചോദിക്കും, എന്തിനാ നീ അത് ചെയ്തേ, എന്തിനാ നീ അത് പോയേ, അവിടെ പോയേ, എന്തിനാ നീ അത് പറഞ്ഞേ അല്ലേ? ഇങ്ങനെ നമ്മളെ തന്നെ ചോദ്യം ചെയ്യും. ഇതൊക്കെ നരകല്ലേ? ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ഓരോരുത്തർക്കും ഈ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ദുരിതത്തിന്റെ ഫലമല്ലേ, പാപകർമ്മത്തിന്റെ ഫലമല്ലേ? അതാണ് പറയണത്. അവര് നരലോകത്തിൽ നരകയാതനകൾ അനുഭവിക്കുന്നു. അപ്പൊ ദുരിതം ചെയ്ത് ചത്തവര് ആ ദുരിതത്തിന്റെ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു.